നമ്മളുടെ KSRTC യാത്ര ഇന്ന് പൂയംകുട്ടിയിലേക്കാണ്. അവിടെയുള്ള മണികണ്ഠൻ ചാലും പൂയംകുട്ടിയും സന്ദർശിക്കാൻ വേണ്ടിയുള്ളതാണ്. എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് വനത്തിനുള്ളിലാണ് ഈ മനോഹരമായ ഗ്രാമം ഉള്ളത്. പെരിയാറിൻ്റെ കൈവഴിയായ പൂയംകുട്ടിപ്പുഴയുടെ തീരത്താണ് ഈ ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്നും ഏകദേശം 75 കിലോമീറ്ററും കോതമംഗലത്ത് നിന്നും ഏകദേശം 26 കിലോമീറ്ററുമാണ് ഈ പൂയംകുട്ടിയിലേക്കുള്ള ദൂരം. ഇടതിങ്ങിയ വനങ്ങളും മുളങ്കാടുകളും ശാന്തമായി ഒഴുകുന്ന പുഴയും ചേർന്ന ഇവിടം പ്രകൃതി സ്നേഹികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരിടമാണ്. നമ്മൾ ഈ പാലത്തേക്ക് കയറുകയാണ്. ദൂരെ കാണാൻ ഭംഗിയുണ്ടോ? വെള്ളം കുറവാണ്. വെള്ളം കൂടുമ്പോൾ നല്ല മഴയുള്ള സമയത്ത് ഇത് മൂടി കവിഞ്ഞിട്ട് പാലം കാണാത്ത അവസ്ഥയാവും. അട്ടപ്പാടി പോലെ തനിമയാർന്ന കാട്ടുപാതകളും വനഗ്രാമങ്ങളും ഇവിടെ കാണാം. ആനകൾ നിരന്തരം വരാറുണ്ട് എന്നറിയപ്പെടുന്നു. ഈ മണികണ്ഠൻ ചാൽ എന്ന ഊരിലേക്ക് കടക്കാനുള്ള പ്രധാന വഴിയാണ് ഈ പാലം. 2002 ഈ പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പെരിയാർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന കോൺക്രീറ്റ് പാലമാണ് ഇത്. ഈ പാലത്തിൽ നിന്നാൽ ചുറ്റുമുള്ള വനസൗന്ദര്യവും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. മൺസൂൺ കാലത്ത് പുഴയിൽ വെള്ളം ഉയരുമ്പോൾ പാലം പൂർണ്ണമായും വെള്ളത്തിനടിയാകാറുണ്ട്. ഈ സമയം മണികണ്ഠൻ ചാൽ ഗ്രാമവാസികളെ പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാത്ത വിധം ഒറ്റപ്പെടുത്താറുണ്ട്. മലയാള സിനിമയായ ഓർഡിനറി അതിലെ ചില രംഗങ്ങൾ ഈ പാലത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്തത്. ഈ പാലവും അതിൻ്റെ പ്രദേശങ്ങളാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് നമ്മുടെ മോഹൻലാലിൻ്റെ പുലിമുരുകൻ, ആ സിനിമയിലും ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ഈ പ്രദേശത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കാടിൻ്റെ വന്യതയും പുഴയുടെ ഭംഗിയും അടുത്തെറിഞ്ഞ് അനുഭവിക്കാൻ പറ്റിയ മികച്ചൊരു എക്കോ ടൂറിസം കേന്ദ്രമാണ് ഈ പാലം. പൂയംകുട്ടി അല്ലെങ്കിൽ മണികണ്ഠൻ ചാൽ സന്ദർശിക്കാൻ നിങ്ങൾക്ക് പ്ലാനുണ്ടോ? ഉണ്ടെങ്കിൽ ഉടനെ വന്ന് ഇത് കാണുക. നമ്മൾ സിനിമയെ കണ്ടല്ലോ, നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ അനുഭവം. ഈ കാണുന്നതൊക്കെ ഇവിടേക്കാണ് ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അങ്ങോട്ട് പോകുമ്പോൾ ആ കോളേജിലേക്കാണ് പോകുന്നത്. ഉള്ളിലേക്ക് മൊത്തം വനമാണ്. ഒരു വണ്ടിക്ക് കഷ്ടിച്ച് ഒരു വണ്ടിക്ക് മാത്രമേ കടന്നു പോകാൻ പറ്റുള്ളൂ. നമ്മുടെ KSRTC വണ്ടി വലുതായതുകൊണ്ട് ഇങ്ങോട്ട് കയറ്റിയിട്ടില്ല, അത് മാറ്റിയിട്ടിരിക്കുകയാണ്. പ്രൈവറ്റ് ബസ്സൊക്കെ പോകുന്നുണ്ട് ഈ വഴി. വരുന്നുണ്ടോ? ഒരു പ്രൈവറ്റ് ബസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ജീപ്പ് വരുന്നുണ്ട്. നല്ല നിറയെ മരങ്ങളും വെച്ചിട്ട് തടി പറ്റി വരുന്നുണ്ട്. ഇവിടെ മൊത്തം മുമ്പ് പൂഴിയായിരുന്നു. ചെങ്കല്ലുള്ള പൂഴിയായിരുന്നു. പിന്നീടാണ് അടുത്ത കാലത്താണ് അത് ടാർ ചെയ്തത്. പ്രൈവറ്റ് ബസ്സൊക്കെ പോകുന്നുണ്ട് ഈ വഴി. വരുന്നുണ്ടോ? ഒരു പ്രൈവറ്റ് ബസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെല്ലാം സൈഡിലേക്ക് മാറി നിൽക്കുകയാണ്. അത് കോതമംഗലത്തേക്ക് പോകുന്ന വണ്ടിയാണ്. ഈ പാലം വഴിയാണ് പോകുന്നത്. അധികം ഉണ്ടെന്ന് തോന്നുന്നില്ല, കുറച്ച് വണ്ടിയൊക്കെ ഉള്ളൂ. അവിടെ ഇറങ്ങാറുണ്ടായിരുന്നു. ഇറങ്ങി വണ്ടി പതുക്കെ പാലത്തിലൂടെ. എന്ത് രസമാണ് കാണാൻ. നോക്കി, ഈ മലകളുടെ മുകളിൽ കുറേ കുരങ്ങളൊന്നും ഇരിപ്പുണ്ട്. അതാണ് ആ കാര്യങ്ങൾ നോക്കുന്നത്. കുരങ്ങൾ ഇഷ്ടംമാരെയുണ്ട്. ഇത് തട്ടിയെടുത്തിട്ട് പോകുന്നതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ കയ്യിൽ എന്താണ് തട്ടിയെടുത്തിട്ട് പോകുന്ന പറയുന്നത്. ഇവിടെ അടുത്ത് വണ്ടികളൊന്നും പാർക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഒരു വണ്ടിക്ക് പോകാനുള്ള സൈഡേ ഉള്ളൂ. അതുകൊണ്ടാണ് വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.